ടിബിലിസി സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി കാണാൻ വേണ്ടി വന്നേക്കാണ്. TSMUയുടെ മുന്നിലെത്തിയാൽ മതി. ജോർജിയയിലെ തന്നെ വൺ ഓഫ് ദ മെയിൻ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയാണ് TSMU. TSMUനെ കുറിച്ചുള്ള ഒരു പോഡ്കാസ്റ്റ് ഒക്കെ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് TSMU യൂണിവേഴ്സിറ്റി ഒന്ന് കണ്ടുനോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വന്നത്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു, യൂണിവേഴ്സിറ്റിയൊക്കെ ഒന്ന് കണ്ട്. പക്ഷേ ഈവനിങ് ടൈം ആയതുകൊണ്ട് ക്ലാസ്സുകളൊന്നും അധികം കാണാൻ പറ്റാത്തതുകൊണ്ട് ഫുള്ളായിട്ട് നമ്മൾ പോയിട്ടില്ല. ഇന്നിപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഉച്ച 12:30 ആയില്ലേ, 12:30 നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ TSMUലേക്ക് പോകാം. TSMUന്റെ തൊട്ടടുത്താണുള്ളത്. ഇതിൻ്റെ അടുത്തുള്ള ഒരു കേരള റെസ്റ്റോറൻറ്റിലാണ് ഫുഡ് കഴിച്ചത്. അപ്പം ജോർജിയയിലെ തന്നെ പഠിക്കാൻ പറ്റുന്ന കുട്ടികൾക്കാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. അതായത് നന്നായിട്ട് പഠിക്കും എന്നുറപ്പുള്ള, നമ്മളെ പോഡ്കാസ്റ്റ് ഉണ്ട് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. നന്നായിട്ട് പഠിക്കും എന്നുറപ്പുള്ള കുട്ടിക്ക് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് TSMU ആണ്. അപ്പോൾ ഞാനിന്ന് ഒറ്റയ്ക്കല്ല, TSMUയിൽ പഠിക്കുന്ന സജിനും ആദിത്യനും ഉണ്ട്. റോഡ് ക്രോസ് ചെയ്തിട്ട് TSMUലേക്ക് പോവാണ്. ജോർജിയയിൽ റോഡ് കിടക്കുന്ന സമയത്ത് മര്യാദയ്ക്ക് ആ പച്ച സിഗ്നൽ കാണുന്നവർ മാത്രം കടക്കുക. ഓടി കിടന്നു കഴിഞ്ഞാൽ അടിച്ചാണ്ട് തെറിപ്പിക്കുക, കടാവറാവും. അതെ, ഒരുപാട് രാജ്യത്തിന്റെ കൊടികളൊക്കെ ഉണ്ട് ഇവിടെ. TSMUന്റെ മെയിൻ ക്യാമ്പസ് ആണിത്. ഇപ്പുറം കാണുന്നത് അനാട്ടമി ബ്ലോക്ക്, ഇപ്പുറം കാണുന്നത് ബയോളജി ബ്ലോക്ക്, USMD, അതായത് USMD ബ്ലോക്ക്. TSMUയിൽ 2 ടൈപ്പ് ഡിഗ്രികൾ കൊടുക്കുന്നുണ്ട്. ഒന്ന് യൂറോപ്യൻ MDയും, രണ്ടാമത്തെ USMDയും. ഇപ്പോൾ USMD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക്കലി ഫോർ US-ലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ സിലബസ് ഒക്കെ കംപ്ലീറ്റ്ലി US-ലെ പോലെ ഡിസൈൻ ചെയ്ത് വെച്ചേക്കാണ് USMD ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഫീസും കൂടുതലാണ്. സാധാരണ യൂറോപ്യൻ MD, സാധാരണ ഇന്ത്യൻ സ്റ്റുഡൻസ് ജോയിൻ ചെയ്യുന്ന കോഴ്സ് യൂറോപ്യൻ MD ആണ്. അതിന് 8000 USD ആണ് ഫീസ്. എന്നാൽ യൂറോപ്യൻ MD ആവുന്ന സമയത്ത് 13,000 USD മുകളിൽ വരും. നമ്മൾ അവിടെ കാണുന്ന അതാണ് USMDയുടെ ബ്ലോക്ക്. അവിടെ നിന്നാണ് USMDയുടെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറ്. ഇവരെക്കാളും TSMUവിലെ നോർമലി യൂറോപ്യൻ MD എടുക്കുന്ന കുട്ടികളെക്കാളും നല്ല സ്ട്രിക്റ്റ് ആണ്. യൂറോപ്യൻ MD എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഇതാണ്, സ്ട്രിക്റ്റ് ആണ്. അതായത് ജോർജിയയിലുള്ള ബാക്കിയുള്ള കോളേജുകളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് പാസ്സാവാൻ നല്ല പണിയാണ് TSMU. അതിന്റെ ഒരു ഡബിൾ അല്ലേ, അതിന്റെ ഡബിൾ. അതെ, അതിനെല്ലാം ഭയങ്കര ടഫാണ്. അതെ, ഇതല്ലാത്ത വേറെ ബ്ലോക്കിൽ ക്ലാസ് നടക്കണ്ട ഉണ്ട്. ഇതിന്റെ അപ്പുറത്തൊരു അതാണ് അഡ്മിഷൻ ബ്ലോക്ക്. ഡീനും എല്ലാ സബ്ജക്റ്റിന്റെയും ഡീൻ എല്ലാം വരുന്നത് അവിടെ ലാറ്റിന് അങ്ങനത്തെ ചെറിയ ചെറിയ സബ്ജക്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ ക്യാമ്പസ് വൈസ് നോക്കുന്ന സമയത്ത് TSMU ഒരു രക്ഷയില്ലാത്ത ക്യാമ്പസ് ആണ്. ഒരുപാട് ഇന്ത്യൻ സ്റ്റുഡൻസ് ഉണ്ടല്ലോ അവിടെ, ഇഷ്ടമാണ്. ഇപ്പം തന്നെ പോകുന്ന മിക്കതും ഇന്ത്യൻസ് ആണ്. അതെ, നമ്മളിപ്പോൾ കാണുന്ന തന്നെ ഇന്ത്യൻസ്, അറബ്സ്, എല്ലാ രാജ്യങ്ങളിലുള്ള കുട്ടികളുണ്ട്. അറബ്, സുഡാൻ, പിന്നെ നൈജീരിയ, US എന്നുള്ള കുട്ടികളുണ്ട്. US വരുന്ന കുട്ടികളും ഇവിടെ പഠിക്കുന്നുണ്ട്. അധികം മറ്റുള്ള യൂണിവേഴ്സിറ്റിയിലൊന്നും അധികം US സ്റ്റുഡൻസിനെ കാണാറില്ല. TSMUവിൽ USMD ഉള്ളതുകൊണ്ടാണ് US-ലുള്ള സ്റ്റുഡൻസ് ആണ്. അതെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്ന വെച്ചാൽ ആദ്യം ഇവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫിസിക്സ് ബ്ലോക്കിലേക്ക് പോയേക്കാം. നമ്മുടെ ബാക്കിയുള്ള ജോർജിയയിലുള്ള യൂണിവേഴ്സിറ്റികളിലൊന്നും ഫിസിക്സ് ഇല്ല. അതായത് ഫിസിക്സ് നമുക്ക് പഠിക്കാനില്ല. എന്നാൽ TSMUവിൽ ഫസ്റ്റ് ഇയറിൽ ഫിസിക്സ് ഉണ്ട്. എന്നറിയാതെ ഇങ്ങോട്ടേക്ക് ഒരു കുട്ടി വന്നിട്ടുണ്ടെങ്കിൽ, ഫിസിക്സ് താല്പര്യമില്ലാത്ത കുട്ടിയാണെങ്കിൽ ഒരിക്കലും ഇവിടുന്ന് പാസ്സായി പോകില്ല. കാരണം ഒരു സബ്ജക്റ്റിലൂടെ ഫെയിൽ ആയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇയർ ബാക്ക് ആവില്ല. നമ്മൾ ആ മൊത്തം ഇയറിലുള്ള എല്ലാ സബ്ജക്റ്റും ഒന്നുകൂടെ പഠിച്ച് ഫീസ് അടച്ചിട്ട് കയറി പോകണം. എങ്ങനെയുണ്ട് ഫിസിക്സ്? ഫിസിക്സ് അത്യാവശ്യം നല്ല പാടാണ്. പ്രൊഫസർമാര് ഭയങ്കര കുറച്ച് പ്രശ്നമാണ്. ഫിസിക്സ് കുറച്ച് പണിയാണ് ഇവിടെ. അപ്പോൾ ഫിസിക്സ് താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ മറ്റേതെങ്കിലും യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്നതായിരിക്കും നന്നാവുക. കാരണം ഇവിടുന്ന് പാസ്സാവില്ല, ഇവിടുന്ന് ഫിസിക്സ് പാസ്സാവാതെ മുന്നോട്ടേക്ക് പോവില്ല. ഫിസിക്സിലാണ് അവർ പിടിക്കുന്നത് തന്നെ, വരുന്നത് തന്നെ ഫിസിക്സിലാണ്. അപ്പോൾ ഫിസിക്സും കെമിസ്ട്രി ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ TSMU ഒരിക്കലും ചൂസ് ചെയ്യാതിരിക്കുക. കാരണം ഞാനിത് പ്രത്യേകം പറയാൻ കാരണം ജോർജിയയിൽ ഇവിടെ TSMUവിൽ വന്ന മിഡിൽ ഈസ്റ്റിനൊക്കെ വന്ന ഒരുപാട് കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഫിസിക്സ് ഉണ്ടെന്ന് അറിയാതെ വന്നിട്ട് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുടുങ്ങിപ്പോയിക്കണം. കാരണം ഫിസിക്സ് താല്പര്യമില്ലായിരുന്നു, ഫിസിക്സ് ഉണ്ടെന്ന് അറിയാതെ വന്ന് ഇയർ ബാക്കായി പിന്നെ നിർത്തി പോയ ആൾക്കാരുണ്ട്, ട്രാൻസ്ഫർ എടുത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അതൊന്ന് എല്ലാവരും എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യം ഒന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് പിന്നെ ആദ്യം അറിയായിരുന്നല്ലേ? അതെ, എല്ലാം അറിഞ്ഞിട്ടാണ് ഞങ്ങളിത് എടുത്തത്. നമ്മൾ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ അവിടെയല്ലേ ലൈബ്രറി നമ്മൾ ഇന്നലെ പോയ ലൈബ്രറി. പിന്നെ മുകളിലേക്ക് ഇങ്ങനെ അല്ലേ ലിഫ്റ്റ് ഉണ്ട്, 7 ബ്ലോക്ക്. സ്റ്റുഡൻസിന് ലിഫ്റ്റ് യൂസ് ചെയ്യാം. അതെ, ലിഫ്റ്റ് ഒക്കെ എടുത്ത് റിയലാണ്. ലിഫ്റ്റ് മുകളിലേക്ക് പോകലല്ല, മുകളിലേക്ക് റോളർ കോസ്റ്ററിൽ കയറ്റിയ പോലെയാണ് ലിഫ്റ്റ്. നിന്റെ അല്ലേ ഫേവറേറ്റ്? അതെ, അപ്പോൾ ഒരു ഹീറ്ററിലുണ്ട്. ഇപ്പോൾ ഒരു സമാധാനം ഉണ്ട്. പുറത്ത് നല്ല തണുപ്പാണ്. ഒരു ക്ലാസ് കയറുവാണ്. ഇതാണ് സെമിനാർ ക്ലാസ് അല്ലേ? ഓക്കെ, സെമിനാറിൽ എത്ര പേരാണ്? ഒരു ഗ്രൂപ്പ് 13 പേര്. അതെ, അപ്പോൾ ഇത് സെമിനാർ ക്ലാസ് ആണ്. സെമിനാറിൽ ശരിക്കും എന്താ ക്വസ്റ്റ്യൻസ് ചോദിക്കലാണോ? എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ലെക്ചറിൽ പഠിപ്പിച്ച് ഒന്നുകൂടെ പഠിപ്പിക്കും. TSMU പിന്നെ പഴയ നമ്മൾ നാട്ടിലൊരു ഗവൺമെന്റ് കോളേജ് പഠിക്കുന്ന ഒരു ഇതിൽ വന്നാൽ മതി. ഈ ബ്ലോക്ക് മാത്രമല്ല, ഇങ്ങനെ പഴയതായിട്ടുള്ള ബാക്കിയെല്ലാം അത്യാവശ്യം പുതിയതാണ്. പ്രൊജക്ടർ ആവശ്യമില്ലല്ലേ ഇവിടെ? പ്രൊജക്ടർ ആവശ്യമില്ല സെമിനാറിന്. കൂടുതലും എക്സാം പഠിപ്പിക്കുക, ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അവിടെ ക്വസ്റ്റ്യൻ ചോദിക്കും. എല്ലാ ദിവസവും എക്സാം
എല്ലാ സെക്ഷനും അതെ. TSMU ലെക്ചർ ഹാൾ, അതായത് PPT വെച്ചിട്ടും പ്രസന്റേഷൻ വെച്ചിട്ടും ക്ലാസ്സിൽ, അതായത് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ് എടുക്കുന്നതിനാണ് ലെക്ചർ എന്ന് പറയുന്നത്. ഈ ലെക്ചർ പറയുന്ന അതേ സാധനം തന്നെ സെമിനാറിൽ അവർ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യും. പല ടീച്ചേഴ്സും ലെക്ചറിന് ഇരിക്കണം നിർബന്ധം പറയാറില്ല. അതുകൊണ്ട് പല കുട്ടികളും ലെക്ചേഴ്സിന് അങ്ങനെ ഇരിക്കാറില്ല. ലെക്ചർ ഉണ്ടാകുന്ന സമയത്ത് 10 ഗ്രൂപ്പിൽ ഒന്നിച്ചുണ്ടാവുക, 130 കുട്ടികളോളം ഒന്നിച്ചുണ്ടാവുക. അതുകൊണ്ടാണ് കുറച്ച് വലിയ ക്ലാസ്. പിന്നെ നാട്ടിലൊരു ഈ ഒരു ബ്ലോക്ക് പഴയൊരു ബ്ലോക്ക് ആയതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു സെറ്റപ്പ്. ഞാൻ എല്ലാ ക്ലാസ്സിലും കയറി നോക്കുന്നില്ല, കാരണം എല്ലാവരും ഒരേ ഇൻട്രോ ആണല്ലേ. ഇത് ഫുൾ ഫിസിക്സ്. അപ്പൊ നിങ്ങൾക്ക് ഈ മെയിൻ ബ്ലോക്കിൽ ഏതാ ക്ലാസ്സുകളാണ് ഉള്ളത്? ഞങ്ങൾക്ക് ഇപ്പം ഫസ്റ്റ് ഇയർ ഉള്ളവർക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ജോർജിയനോ ലാംഗ്വേജ് ജോർജിയൻ ഇവിടെ. ഓക്കെ. അപ്പൊ കെമിസ്ട്രി ബ്ലോക്കിലാണ് അടുത്ത് നമ്മൾ പോകുന്നത്. അപ്പൊ 7th ഫ്ലോർ ആണ് അവരുടെ ഫിസിക്സ് ബ്ലോക്ക്. ഇപ്പൊ പിന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ വന്നു. ഗ്രൗണ്ട് ഫ്ലോറിലാണ് കെമിസ്ട്രി. ലൈബ്രറി വേണമെങ്കിൽ ഒന്ന് കയറി നോക്കല്ലേ. അതാണ് ലൈബ്രറി. ശബ്ദം പറ്റത്തില്ല, മുണ്ടരുത്. ലൈബ്രറിൻ്റെ ഉള്ളിൽ ക്യാൻറ്റീൻ ഉണ്ട്. അതാണ് ലൈബ്രറി. അതിൻ്റെ തൊട്ടിപ്പുറം തന്നെ ക്യാൻറ്റീൻ ഉണ്ട്. ഓ, ഇവിടുന്ന് ക്യാൻറ്റീൻ ഫുഡ് വാങ്ങിയിട്ട് അതെ, അതായത് ലൈബ്രറിയിൽ നിന്ന് നേരെ ഇറങ്ങുന്ന ക്യാൻറ്റീനിലേക്കാണ്. ഇവിടെ എന്താ ടോക്കൺ എടുക്കണം? നമ്മൾ ക്യൂ നിൽക്കുക, വേണ്ടത് പറയുക, ലൈബ്രറിയെക്കാളും കൂടുതൽ പിള്ളേർ ക്യാൻറ്റീൻ. അല്ലടാ, ഇത് ക്ലാസ് റൂമിനേക്കാൾ അടിപൊളി ക്യാൻറ്റീൻ ആണല്ലോ. ഇവിടെ പഠിക്കുന്നവരുണ്ട്. അല്ല, ക്യാൻറ്റീൻ ഫുൾ ലക്ഷറി. അല്ലെങ്കിലും ഞങ്ങൾ അങ്ങനെയാണ്, തീറ്റയാണ് മെയിൻ. അതെ, അതില്ലാതെ വിട്ട് കളിയായിട്ടില്ല. അതെ. ഇതുവരെ ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാ? ഏറ്റവും 3 ലാറിക്ക് ഫ്രഞ്ച് ഫ്രൈസാ ആണ്. ബർഗർ നല്ല ഒരു സാൻഡ്വിച്ച് ഉണ്ട്. സാൻഡ്വിച്ച് നല്ലതാണ്. പിന്നെ കേക്ക് സെക്ഷൻ ഫുൾ അടിപൊളിയാണ്. ഒരു വാനില സ്ട്രോബെറി പേസ്ട്രി. കോളേജിൽ ക്ലാസ് കയറിയില്ലെങ്കിൽ ക്യാൻറ്റീനിൽ കയറും. ഇടയ്ക്ക് ഇന്ത്യൻ ഫുഡ് ഉണ്ടാവും. അപ്പോൾ ഇതേ സാധാരണ ക്രോയിസന്റും സാൻഡ്വിച്ചും ഒക്കെ തന്നെയാണല്ലേ നോർമലി എല്ലാവരും കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ്. കാരണം ഇവർക്ക് വേറെ USMDന്റെ വേറെ ഇതുണ്ടോ, കഫ്തീരിയ ഉണ്ടോ? ഇല്ല, സെയിം തന്നെയാണ്. അപ്പോൾ പിന്നെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതായിരിക്കുമല്ലോ. യൂറോപ്യൻസും ഏഷ്യൻസ് മാത്രമല്ലല്ലോ ഉള്ളത്. ഇവിടെ മെയിനായിട്ട് ബ്രെഡൊക്കെ തന്നെയാണ്. കാണുന്നതിന്റെ രുചിയൊന്നും ഉണ്ടാവില്ല. ബർഗറും സാൻഡ്വിച്ച് ഒക്കെ തന്നെയാണ് ഉള്ളത്. ഇനി നമുക്ക് കെമിസ്ട്രിയുടെ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോവാം. ശരിക്കും ജോർജിയൻ ഭാഷ നിർബന്ധമാണ് നമുക്ക് പഠിക്കാൻ. അതില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. ജീവിക്കാൻ വേണം, പഠിക്കാനും വേണം. പഠിക്കാൻ ഇവിടെ ഉള്ളവർക്ക് ഇംഗ്ലീഷ് അറിയാം, പ്രൊഫഷണൽ ഇംഗ്ലീഷ് അറിയാം. പക്ഷെ ഒരു 30-40 വയസ്സിന് മുകളിലുള്ളവർക്കൊന്നും ഇംഗ്ലീഷ് അറിയത്തില്ല. അവർ ജോർജിയനിൽ തന്നെ സംസാരിക്കത്തുള്ളൂ. ഏത് ക്ലാസ് എടുക്കുന്നേരം? അല്ല, വെളിയിൽ ക്ലാസ് എടുക്കുന്നവർക്ക് മിക്കവർക്കും ഇംഗ്ലീഷ് അറിയാം. അതായത് നമ്മൾ ഡോക്ടേഴ്സ് ആയി കഴിയുമ്പോൾ പേഷ്യൻസ് മിക്കവരും ഓൾഡ് ഏജ് ആയിരിക്കും. ഓക്കെ. ക്ലിനിക്സിന് പോകുന്ന സമയത്ത് അപ്പോൾ ഇവിടെ പഠിപ്പിക്കുന്ന ജോർജിയൻ ലാംഗ്വേജിന്റെ ക്ലാസ് മതിയോ നമുക്ക് സംസാരിക്കാൻ? അതുപോലെ ബേസ് ഇവർ സെറ്റ് ആക്കിയിട്ട് പിന്നെ നമ്മൾ തന്നെ സെൽഫ് സ്റ്റഡി വേണം നന്നായിട്ട്. ലാംഗ്വേജ് നമ്മൾ തന്നെ കേട്ട് ഓരോ ആപ്പ് എടുത്തും എല്ലാം പഠിച്ച് വരണം. പിന്നെ നമ്മൾ ഒരു വർഷം ഇങ്ങനെ അത് തന്നെ ആയിരിക്കുമല്ലോ കേൾക്കുന്നത്. അപ്പം ഓട്ടോമാറ്റിക്കലി പഠിക്കും, സെറ്റ് ആയിക്കോളും. നല്ല വാക്കും പഠിച്ചാൽ ജോർജിയനിൽ ഗമർജോബ മത്ലോബ പഠിച്ചിട്ടുണ്ടാവില്ലേ? ഗമർജോബ മത്ലബ ഗാർഗാദ് റാഖ്നാഖ്വാംദി സുഖാക്സ്രാവാദ് ബോധിഷി അഖ്. അതെ, അക്ക് നക്കന്ദിസ് ഒക്കസ്തവാദ് അല്ലേ? സെയിം ക്ലാസ് റൂമാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അതായത് ഈ ബ്ലോക്കിൽ ഫുള്ള് പഴയ ടൈപ്പ് ക്ലാസ് റൂം അല്ലേ? നാട്ടിലൊരു ഗവൺമെന്റ് കോളേജ് എക്സ്പെക്ട് ചെയ്താൽ മതി. ഡിപ്പാർട്ട്മെന്റ് കണ്ട് വീണ്ടും ഗ്രൗണ്ട് ഫ്ലോറിൽ എന്ത് കാണാനെത്തി? കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിലെ. ഇതെന്താ സാധനം? ഇവിടെ ലോബി പോലെ ഓപ്പൺ ആയിട്ടുള്ള പണി നടക്കും. നമ്മൾ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിലേക്ക് പോവാണ്. എൻട്രൻസ് കയറി കഴിഞ്ഞാൽ നേരെ റൈറ്റ് സൈഡിലല്ലേ? കെമിസ്ട്രിയിൽ ക്യൂ ആണല്ലോ. ഇതൊരുമാതിരി ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ജനറൽ വാർഡിൽ പോയിട്ടുണ്ടല്ലോ. അതെ അല്ലേ? ഞങ്ങൾ ഇപ്പോൾ ഹോസ്പിറ്റൽ വൈബിലാണ് ക്ലാസ് പഠിക്കും. അതെ. ഇത് കെമിസ്ട്രിയുടെ ലെക്ചറുണ്ട്, വലിയ വ്യത്യാസമൊന്നുമില്ല. കെമിസ്ട്രി എങ്ങനെയുണ്ട് ഇവിടെ ക്ലാസ്? കെമിസ്ട്രിയാണ് ഏറ്റവും അടിപൊളി. ശരിക്കും കെമിസ്ട്രി എന്തിനാ നമുക്ക് മെഡിസിനിൽ? കെമിസ്ട്രിയല്ലേ മൊത്തം മരുന്ന്, കെമിസ്ട്രിയല്ലല്ലോ ഓടുന്നത്. ഫുള്ള് കെമിസ്ട്രിയാണ്. അപ്പോൾ ശരിക്കും കെമിസ്ട്രി നമുക്ക് എങ്ങനെയാ ഈ മെഡിസിനായിട്ട് കണക്ട് ചെയ്യുന്നത്? കൂടുതലും മെഡിസിനുമായിട്ട് നമ്മുടെ മരുന്നുകളുമായിട്ടാണ്. ഫാർമക്കോളജി, ഓർഗാനിക് കെമിസ്ട്രി വന്നിട്ട് ഫാർമക്കോളജി ആയിട്ടാണ് കണക്ഷൻ വരിക. പിന്നെ നമ്മുടെ ബോഡിയിലെ ഓരോ കെമിക്കൽ സബ്സ്റ്റൻസ് അതിന്റെ എല്ലാം വരും. പ്ലസ് ടുവിലെ പോലെ ഇക്വേഷൻസും അങ്ങനെയൊക്കെ ഉണ്ടോ? ഞങ്ങൾക്ക് ഇപ്പൊ ഇക്വേഷൻസ് വരുന്നുണ്ട്. നമ്മുടെ ബോഡിയിലെ ഓരോ സാധനങ്ങൾ ഇത് ഇങ്ങനെയായിട്ട് മാറുന്നു, അത് പിന്നെ ഇങ്ങനെയായിട്ട് മാറുന്നു. കെമിസ്ട്രി ടീച്ചർ ഫ്രണ്ട്ലി ആണ്. എക്സാംസ് ഒക്കെ എങ്ങനെയാണ് കെമിസ്ട്രിന്റെ? എക്സാംസ് എല്ലാ കെമിസ്ട്രി ക്ലാസ്സിലും എക്സാംസ് ഉണ്ട്. MCQ ആണ്. പിന്നെ കൊളോക്കിയം വരുന്നുണ്ട്. MCQയിൽ 2 മാർക്കിന്, അത് 10 ചോദ്യം കാണും, ഒരു ചോദ്യത്തിന് 0.5 മാർക്ക്. പിന്നെ കൊളോക്കിയം 6 ചോദ്യം കാണും, ഒരു ചോദ്യത്തിന് 1 മാർക്ക് വെച്ചിട്ട് 6 മാർക്ക്. അപ്പോൾ നമ്മൾ ഫൈനൽ എക്സാം എഴുതാൻ എത്ര കിട്ടണം? രണ്ടും കൂടെ 12 മാർക്ക് കിട്ടണം. 12 മാർക്ക് കിട്ടണം. 12 മാർക്ക് കിട്ടിയാലാണ് നമ്മൾ ഫൈനൽ ചെയ്താൽ പറ്റുക. ഫൈനൽ പാസ്സായില്ലെങ്കിൽ ഒരു റീടെസ്റ്റ് കിട്ടിയില്ല, തിരിച്ചു പോയിക്കണം. ഞങ്ങൾക്ക് 2 പേർക്ക് ഇപ്പോൾ 12 മാർക്കായി. അതെ. അപ്പോൾ ഫൈനൽ എക്സാം ചെയ്താൽ ഇനി ഫൈനലിൽ കിട്ടിക്കഴിഞ്ഞാൽ ഫൈനലിൽ എത്ര മാർക്ക് കിട്ടണം? ഫൈനൽ മിഡ് ടേമിന് 15 കിട്ടണം. അത് എഴുതി സെം എഴുതാം. സെമ്മിന് 61 മാർക്ക് കിട്ടണം. 61 മാർക്ക് കിട്ടണം. അത് മിഡ് ടേമിന് 15ഉം സെമ്മിന് 61. അതായത് മിഡ് ടേം എത്രയല്ല 15? 30. സെമ്മ് എത്രയല്ല 61? 100. ഓക്കെ. അല്ലെങ്കിൽ പിന്നെ രണ്ടാമത് ഇരുന്ന് പഠിച്ചോണം. അതെ.
അല്ലേ? അല്ലെങ്കിൽ വേറെ കോളേജിൽ പോകണം. അതെ, അങ്ങനെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റും കണ്ട് വീണ്ടും വെളിയിലേക്ക് ഇറങ്ങണം. നമുക്ക് ആദ്യം USMD ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാം. ഇവർ പറഞ്ഞത് ഇവിടെയുള്ള ഏറ്റവും പ്രോ ബിൽഡിംഗ് ആണ് USMD ഡിപ്പാർട്ട്മെന്റ് എന്നാണ്. ആണോ? അപ്പോൾ ഇതാണ് USMD ഡിപ്പാർട്ട്മെന്റ്. നമുക്ക് അവിടെ ഒന്ന് പോയേക്കാം. ഇതാണ് USMDയുടെ ഡിപ്പാർട്ട്മെന്റ്. ഇവിടെ എങ്ങനെ അമേരിക്കൻസിനൊക്കെ ആരെങ്കിലും പരിചയപ്പെട്ട? അമേരിക്കൻസ് പരിചയപ്പെട്ടില്ല. ഇന്റർനാഷണൽ എക്സ്പോഷർ എന്തെങ്കിലും കിട്ടിയ? ഇന്റർനാഷണൽ സൗദി, ഇത് നമ്മുടെ സുഡാനീസ്, ഇത് ഇറാന്, അങ്ങനത്തെ കുറച്ച് പേരെ പരിചയപ്പെട്ടു. അവിടെയൊക്കെ പരിചയപ്പെട്ട്. അപ്പോൾ അതായത് ശരിക്കും നമുക്ക് ഇവിടെ ഒന്ന് മെനക്കെടാണെങ്കിൽ നമുക്ക് USMLE, അതായത് ഓൾറെഡി USMLE ക്ലിയർ ചെയ്ത ഒരുപാട് ആൾക്കാരിവിടെ ഉണ്ട്. US-ലേക്കൊക്കെ പോകണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഏറ്റവും ബെസ്റ്റ് ഓൾറെഡി സീനിയേഴ്സ് ഉണ്ട് ഒരുപാട് ആൾക്കാരല്ലേ. സീനിയേഴ്സ് ഭയങ്കര സപ്പോർട്ടാ. USMLE ക്ലിയർ ചെയ്ത ഒരുപാട് പേരുണ്ട് ഇവിടെ. അപ്പോൾ അവരുടെ അടുത്ത് എങ്ങനെയാണ് ചെയ്തത്, അവരെങ്ങനെയായിരുന്നു മെറ്റീരിയൽ പ്രിപ്പയർ ചെയ്തത്, അവരെങ്ങനെയായിരുന്നു പഠിച്ചത് എന്നുള്ളതൊക്കെ നമുക്ക് ചോദിച്ചിട്ട്, അതായത് നമ്മൾ ചുറ്റിലുള്ള ആൾക്കാർ USMLE ക്ലിയർ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടും. അവർക്ക് പറ്റുമെങ്കിൽ ഞാനും അതേ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കണത്, ഞാനും മെനക്കെട്ടാ നടക്കും എന്നുള്ളൊരു കോൺഫിഡൻസ് വരും. ബയോളജിയുടെ ബ്ലോക്കാണ് അവരുടെ, അതായത് അവരുടെ USMD ഡിപ്പാർട്ട്മെന്റിലാണ് അവരുടെ ബയോളജി ബ്ലോക്കിൽ. ബയോളജിയുടെ ലെക്ചർ ആള് അടിപൊളിയാണ്. നിനക്ക് ബയോളജിയാണ് ഇഷ്ടം, കെമിസ്ട്രി ആണ് ഇഷ്ടം, ഫിസിക്സ് ആണോ? അതാ ഇതൊരു സെമിനാർ ക്ലാസ് റൂം ആണ്. സംഭവമൊന്നുമില്ല, പുതിയ ഫർണിച്ചർ ഇട്ടിട്ടുണ്ട്. കുറച്ച് ലൈറ്റ് വ്യത്യാസം വരുത്തി. അതെ, ഫർണിച്ചർ പുതിയത് എന്ന് പറഞ്ഞാൽ നോർമൽ ഫർണിച്ചർ ആണ്. ഇതൊക്കെ ഒന്ന് ഞങ്ങൾക്ക് ഇതൊക്കെ പ്രോയാ. അതെ, ടേബിൾ കുറച്ച് പുതിയതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് ബോർഡും ഇതൊക്കെ തന്നെയാണ്, സെയിം തന്നെയാണ്. TSMലുള്ള അനാട്ടമി ഹാള് കാണാൻ വേണ്ടി പോവാണ്. അപ്പം അനാട്ടമി ഹാള് ഇപ്പം നമ്മൾ USMD ഡിപ്പാർട്ട്മെന്റിലാണ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അനാട്ടമി ഡിപ്പാർട്ട്മെന്റ്. ഇവിടെ കടാവറ കിട്ടാത്തുള്ളൂ, പക്ഷേ ഹ്യൂമൻ പാർട്സ് കിട്ടില്ല ഡിസെക്ട് ചെയ്യാൻ. ലിവറും അങ്ങനത്തെ പാർട്സ് ഒക്കെ കിട്ടും. അപ്പൊ ക്യാമ്പസിൽ നിന്നും കിട്ടും, അല്ലാതെ വെളിയില് വർക്ക്ഷോപ്പ് ഒക്കെ നടത്തുന്നുണ്ട്. ഓരോ കമ്പനീസ് വർക്ക്ഷോപ്പ് എടുത്ത് അപ്പൊ നമുക്ക് അതിന്റെ അകത്ത് ക്ലാസ്സും കാണും, അവർ ഡൈസെക്ഷൻ ചെയ്ത് തരും. നമുക്ക് വേണമെങ്കിൽ ഡൈസെക്ഷൻ അവിടെ ചെയ്യാൻ പറ്റും. ഓപ്പർച്യൂണിറ്റീസ് പറയാനുണ്ട്. ഉണ്ട്, അതെ. അതിപ്പോൾ ഏത് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ഇവിടെ ഒരുപാട് നോൺ പ്രോഫിറ്റബിൾ ഓർഗനൈസേഷൻസും മെഡിക്കൽ ഓർഗനൈസേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവർ ഒരുപാട് പ്രോഗ്രാംസ് ഇന്റർനാഷണൽ വർക്ക്ഷോപ്പുകൾ നടത്തുന്നുണ്ട് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ എനിമൽ ഡൈസെക്ഷൻ ഉണ്ട്, അതേപോലെ തന്നെ ഹ്യൂമൻ പാർട്സ് തന്നെ ഡിസെക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് അതിനുള്ള ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ USMD ഡിപ്പാർട്ട്മെന്റ് പുറത്തേക്ക് പോവാണ്. ഇവിടെ നിങ്ങൾക്ക് TSME ടഫ് ആണെങ്കിലും ഹാപ്പിയാണ് ഇവിടെ. പിന്നെ ഹാപ്പി ബട്ട് പോയി അറിയത്തില്ല, ഇഷ്ടപ്പെട്ടു പോയി, സ്നേഹിച്ചു പോയി. TSME ഇഷ്ടപ്പെട്ടു പോയി. ഇവിടുത്തെ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ പിന്നെ എവിടത്തെ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യാം. അനാട്ടമി ഡിപ്പാർട്ട്മെന്റിലേക്ക് പോവാണ്. ഇത് മൊത്തം അനാറ്റമിയാണ്. ക്ലിനിക്കൽ അനാറ്റമി, ഹ്യൂമൻ നോർമൽ അനാറ്റമി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹ്യൂമൻ നോർമൽ അനാട്ടമി, സ്കിൽസ് ആൻഡ് റിസർച്ച്. അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സുകളൊക്കെ ഗ്രൗണ്ട് ഫ്ലോറിലാണ്? ഇവിടെ നോർമൽ അനാറ്റമി. ഇവിടെ എങ്ങനെയുണ്ട് അനാട്ടമിന്റെ ക്ലാസ്സുകളൊക്കെ? അതുപോലെ ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുമോ അല്ലെങ്കിൽ ജസ്റ്റ് PPT കാണിച്ചു പോകാം? ഡീറ്റെയിൽ ആയിട്ട് എല്ലാ 3D ആനിമേഷൻ വെച്ചിട്ട് മോഡലും വെച്ചാൽ പഠിപ്പിക്കും. 3D അതായത് സ്റ്റേബിൾ ആയിട്ടുള്ള നിലത്ത് വെക്കുന്ന കമ്പ്യൂട്ടർ വെച്ചിട്ടാണ് ചെയ്യുന്നത്, ബോർഡിലാണ്? ഞങ്ങളുടെ നേരെ ഒരു വലിയ കമ്പ്യൂട്ടർ സ്ക്രീൻ വെച്ച് LCD വെച്ചിട്ട് അതിലാണ് കാണിക്കുന്നത്. കടാവർ മിസ് ചെയ്യുന്നില്ല കടാവറിനെ. ഇവിടെ പാർട്സ് നമുക്ക് വേണമെങ്കിൽ പ്ലാസ്റ്റിക് പാർട്സ് കിട്ടില്ല, മറ്റേ ഒറിജിനൽ പാർട്സ് തന്നെ കിട്ടുമോ? ഒറിജിനൽ പാർട്സ് കൊണ്ട് കിട്ടും. ഇപ്പോൾ ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെ പൊതുവെ അനാട്ടമി വലിയൊരു സുഖമില്ലെന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. അനാട്ടമി വലിയൊരു അത്രമാത്രം റഷായിട്ട് അവർ ഓടിച്ചു പോകുന്നില്ല. ഓരോ പാർട്സ് നമ്മൾ പഠിച്ചെന്ന് ഉറപ്പ് വരുത്തിയിട്ട് പോകുള്ളൂ. പഠിക്കണം, നന്നായിട്ട് പഠിക്കണം. നിങ്ങളെ ക്ലാസ്സുകളൊക്കെ എവിടെ നടക്കാറ്? എല്ലാം ഒരേ റൂമിൽ തന്നെയാണ്? ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു റൂമാണ്. ഒരു റൂം തന്നെയാണ്. ഞങ്ങൾക്കെല്ലാം ഒരു പ്രൊഫസറാണ് നിക്കോളാസ് എന്ന് പറഞ്ഞ്. അപ്പം സാറിന്റെ റൂം അവിടെ, പിന്നെ ആ റൂമിൽ തന്നെ സാറ് അതിനകത്ത് ഇരിപ്പുണ്ട്. ജസ്റ്റ് ടേബിൾ ഇട്ടിട്ട് ടേബിളിന്റെ മുകളിൽ മോഡൽസ് വെക്കുന്നു. അതെ, അത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് ഇൻഫ്രാസ്ട്രക്ചറിൽ വലിയ കാര്യമില്ല, പഠിക്കണമെന്നല്ല മാത്രമേ ഉള്ളൂ. അതെ, നമുക്ക് ബാസ്കറ്റ്ബോൾ കോർട്ടിലേക്ക് പോയേക്കാം. സമയമൊന്നും ഇത് ബാസ്കറ്റ്ബോൾ കോർട്ടാണോ? പക്ഷെ അടിച്ചിട്ടേക്കാം. ഫുട്ബോൾ കോർട്ടോ? അത് ബാക്കില. ജിം എവിടെ? അവിടുത്താണ്. അതായത് ഇവിടെ ബാസ്കറ്റ്ബോള്, ഫുട്ബോള്, ജിമ്മ്, കൾച്ചറൽ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടല്ലേ? എല്ലാം അടിപൊളിയാണ്. അപ്പോൾ ജിമ്മ് ആഴ്ചയിൽ 2 പ്രാവശ്യം പോവാം? ആഴ്ചയിൽ 2 ദിവസം പോവാം. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആഴ്ചയിൽ 2 പ്രാവശ്യം നമുക്ക് പോവാം, ഫ്രീ ആയിട്ട് പോവാം. പിന്നെ എനിക്ക് ഒന്ന് എക്സ്ട്രാ പോകണമെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണം. ഇത് ബാസ്കറ്റ്ബോള്, ഫുട്ബോളൊക്കെ അത് നമുക്ക് എല്ലാം കോമ്പറ്റീഷൻസ് ഉണ്ട്, ട്രെയിനിങ് ഉണ്ട്, എല്ലാം ഉണ്ട്. കൾച്ചറൽസ് ഒക്കെ ഇവിടെ നിന്നാണ് നടക്കുക? കൾച്ചറൽസ് അതങ്ങനെ സ്റ്റേജ് ആക്കും. ഇവിടെ ഫുൾ കസേര ഇട്ടിട്ട് ഇവിടെ തന്നെ രാത്രി ലൈറ്റും എല്ലാം ആക്കിയിട്ട് അവിടെ തന്നെ അവിടെ മുന്നിൽ തന്നെ സ്റ്റേജ് ആക്കിയിട്ട് ഉണ്ടാവുക. അപ്പൊ ഇന്ത്യൻസിന്റെ കൾച്ചറൽസ് ഒക്കെ ഉണ്ടാവാറുണ്ട്? ഇന്ത്യൻസിനാ കൂടുതൽ കൾച്ചറൽസ് വരുന്നത്. കൾച്ചറൽ ഡിപ്പാർട്ട്മെന്റ് തന്നെ അതിന്റെ ഹെഡ് എല്ലാം ഇന്ത്യൻസ് ആണ്. അപ്പൊ കുട്ടികൾ തന്നെയാണ് ഈ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ ഹെഡ്? സ്പോർട്സിന്റെ ഏറ്റവും 5th ഇയറോ 4th ഇയറോ ഉള്ള ആൾക്കാരായിരിക്കും ഇതിന്റെ ഫുൾ ഇതല്ലേ. അപ്പൊ നമ്മള് TSMU, ടിബിലിസി സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി ആണ്
ഇപ്പോൾ കണ്ടത്. അപ്പോൾ ഇതാണ് ശരിക്ക് TSMU എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ശരിക്ക് പഠിക്കാൻ മെനക്കെട്ട് ഇരുന്ന് പഠിക്കും, ഫിസിക്സ് ഇഷ്ടമാണ് അല്ലെങ്കിൽ പഠിച്ചോളാം എന്നുറപ്പുള്ള ആൾക്കാർ എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നീറ്റിന് പഠിച്ചിട്ടില്ലേ അതുപോലെ ഇരുന്ന് പഠിക്കണം. അതുപോലെ ഇരുന്ന് പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കാതെ ഫുള്ള് റൂമിൽ തന്നെ ഇരുന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഫുള്ളി അങ്ങനെ ഇരുന്ന് പഠിക്കൊന്നും വേണ്ട. ഒരു ദിവസം ഒരു 3 മണിക്കൂറല്ലേ. നമ്മൾ നീറ്റിന് പഠിച്ചാൽ കുത്തിയിരുന്നൊന്നും പഠിക്കണ്ട. എല്ലാ ദിവസവും കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കും എന്ന് ഉറപ്പുള്ള കുട്ടികൾ മാത്രമാണ് TSMU എടുക്കാവൂ. കാരണം എല്ലാ ദിവസവും ടെസ്റ്റ് ഉണ്ട്. എല്ലാ ദിവസവും ടെസ്റ്റ് ഉണ്ട്. അതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കുട്ടികൾക്ക് എടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ് TSMU അല്ലേ. ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ കയറി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, പിന്നെ തേർഡ് ഇയർ തൊട്ട് സെറ്റാണ്. അപ്പോൾ നിങ്ങൾ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പല സമയത്തും പറയാറുണ്ട്, യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ യൂണിവേഴ്സിറ്റികളും നല്ലതുകൊണ്ട് അവിടെ പോസിറ്റീവായിട്ടുള്ള കാര്യമുണ്ട്, നെഗറ്റീവായിട്ടുള്ള കാര്യമുണ്ട്. അത് എല്ലാ കുട്ടികൾക്കും എല്ലാ യൂണിവേഴ്സിറ്റിയും ശരിക്കും എന്തല്ല സ്യൂട്ടല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ കുട്ടികളെ കൗൺസിൽ ചെയ്തിട്ട് അവർക്കനുസരിച്ചുള്ള അവരുടെ ബഡ്ജറ്റ്, അവരുടെ പഠിച്ചു വന്ന ഏത് രീതിയിലുള്ള ഇപ്പോൾ പറഞ്ഞാൽ നമ്മൾ ഏത് രീതിയിലുള്ള പ്രഷറാണ് അവർ ഹാൻഡിൽ ചെയ്തത്, ഏത് രീതിയിലുള്ള ഫിനാൻഷ്യൽ സിറ്റുവേഷനാണ് വരുന്നത്, ഏത് രീതിയിലുള്ള ഫാമിലി സിറ്റുവേഷനാണ് വരുന്നത്, ഏത് രീതിയിലുള്ള ലേണിംഗ് ഹാബിറ്റാണ് അവർക്കുള്ളത്, എന്താണ് അവരുടെ ഫൈനൽ ഡ്രീം, അതായത് എവിടെ സെറ്റിൽ ചെയ്യാനാണ് ആഗ്രഹം, ഇങ്ങനെ തുടങ്ങി കുറേ കാര്യങ്ങൾ റിലേറ്റ് ചെയ്തിട്ടാണ് ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ പലതും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പരിചയമുള്ള ആൾക്കാരിലോ അല്ലെങ്കിൽ വീട്ടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ആളുകളിലേക്ക് പോകും. എന്നിട്ട് എന്താ വെച്ചാൽ അവർ അഡ്മിഷൻ ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടാവും, അവിടെ പോയിട്ട് നേരെ അങ്ങോട്ട് അഡ്മിഷൻ എടുക്കും. അത് നമ്മളെ കുട്ടികൾക്ക് സ്യൂട്ടായിട്ടുള്ളതാണോ അല്ലെങ്കിൽ അവരുടെ ഡ്രീമിനനുസരിച്ചുള്ളതാണോ ഇതൊന്നും നോക്കണില്ല. അപ്പോൾ അങ്ങനെയാണ് കുട്ടികൾ പലരും ഇന്ന് മെഡിസിൻ പഠിക്കണത്. പക്ഷെ അങ്ങനെയല്ല, ഓരോ കുട്ടികൾക്കും പിന്നെ ഓരോരുത്തർക്കും ഡിഫറെൻറ്റ് യൂണിവേഴ്സിറ്റികളുണ്ട്. നിങ്ങൾ ശരിക്കും TSMU ഫസ്റ്റ് ചോദിച്ചത്? ഞങ്ങൾ തന്നെ എങ്ങനെ TSMUലേക്ക് എത്തിയത്? അതെന്താന്ന് വെച്ചാൽ നീറ്റ് ഞങ്ങൾ നല്ലതായിട്ട് ഉഴപ്പിയായിരുന്നു അവസാനം വന്നപ്പോൾ. അപ്പം ഞങ്ങൾക്ക് അറിയാം ഞങ്ങളൊരു ഫ്രീ ആയിട്ടുള്ള ഫ്രീ ഇങ്ങനെ പോകാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റി പോയി കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഉഴപ്പം. അപ്പം ഞങ്ങൾ ചോദിച്ചു, ഞങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ടുള്ളത് വേണം, അത്യാവശ്യം മീൻസ് ഒരു ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി പഠിക്കുന്നത് നല്ല, പിന്നെ നല്ലൊരു വാല്യൂ ഉള്ള യൂണിവേഴ്സിറ്റി പഠിക്കുന്നത് നല്ല, അങ്ങനെല്ലാം ചോദിച്ചു വന്നപ്പം പിന്നെ ഫിനാൻഷ്യലിയും ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഒരു ഇതായിട്ടുള്ളത് വാല്യൂം കിട്ടുന്ന TSMU ആണെന്ന് തോന്നി ഇങ്ങോട്ട് വന്നു. പിന്നെ TSMU എടുത്തപ്പം തന്നെ അറിയാം ഒത്തിരി ഇങ്ങനെ കറങ്ങാൻ പറ്റില്ല, ഞങ്ങൾക്ക് രണ്ടുപേർക്ക് അത് മതി, കാരണം ഞങ്ങൾ അല്ലെങ്കിൽ കുഴപ്പമില്ല. അതെ. അപ്പോൾ നമുക്ക് ഒരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട്. അപ്പോൾ ആ ക്രൈറ്റീരിയകളെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ഓരോ കുട്ടികൾക്കും ഓരോ യൂണിവേഴ്സിറ്റിയും കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികളും ഒരു യൂണിവേഴ്സിറ്റിയിലല്ല ഇവിടെ ഉള്ളത്, ഓരോരുത്തർക്കും ഓരോ, ചിലപ്പം വേറെ കോളേജിലുള്ളവർക്ക് വേറെ പോയിന്റ് ഓഫ് വ്യൂ. നിങ്ങളിപ്പോൾ നിങ്ങളെ കൂടെ തന്നെ വന്ന കുട്ടികളിൽ ബാക്കിയുള്ള കുട്ടികളെ TSMUലാണ് അഡ്മിഷൻ ചെയ്തെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഓരോരുത്തർക്ക് അനുസരിച്ച് മാറുന്നുണ്ട്, പ്രിഫറൻസ് മാറുന്നുണ്ട്. അപ്പോൾ അതാണ് അതിപ്പോൾ കാണാൻ പറ്റും. CIUലുള്ള കുട്ടികളുണ്ട്, CUലുള്ള കുട്ടികളുണ്ട്, UGയിലുള്ള കുട്ടികളുണ്ട്. 3 പേരും 3 ടൈപ്പാണ്. അതെ. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ എന്താ വെച്ചാൽ കുട്ടികളെ നോക്കിയിട്ടാണ് അഡ്മിഷൻസ് കൊടുക്കുന്നത്. അതായത് അങ്ങനെ കുട്ടികൾക്ക് ഏതാണോ ആ ഒരു രീതിയിലേക്ക് വരിക, ആ ഒരു രീതിയിലുള്ള യൂണിവേഴ്സിറ്റിയാണ് നമ്മൾ വിളിക്കുന്ന സമയത്ത് തന്നെ കുട്ടികളോട് പറയാറും ഇത് തന്നെയാണ്. ഇങ്ങനെയാണ് ഇവിടെ ജോർജിയ, ഇങ്ങനെയാണ് ജോർജിയയിൽ തന്നെ. അതായത് ആദ്യം രാജ്യം ചൂസ് ചെയ്യാന്നുള്ള വലിയൊരു പണിയുണ്ട്. അത് കൺട്രി, അതെ, കൺട്രി കഴിഞ്ഞിട്ടാണ് പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ഇത്. അപ്പോൾ അതിൽ ഒരുപാട് ഓരോ യൂണിവേഴ്സിറ്റികളും ഓരോ കൺട്രീസും അതിൻ്റെ റൂൾസും അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയെങ്കിൽ മാത്രമാണ്, എല്ലാം അറിയെങ്കിലാണ് നമുക്കിത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പോൾ അതാണ് കാര്യം. അപ്പോൾ ഞാനിപ്പം TSMU യൂണിവേഴ്സിറ്റി മുഴുവനായിട്ട് കാണിച്ചു തന്നു. ഇത്രയും കാര്യങ്ങൾ നമുക്കിവിടെ കാണാനുള്ളൂ. ഇതാണ് ടിബിലിസി സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റി. അപ്പം എല്ലാവരും യൂണിവേഴ്സിറ്റിനെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾക്ക് സ്യൂട്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അഡ്മിഷൻ എടുക്കാം.